ചിൽഡ്രൻ. ഇന്ന് നമുക്ക് ഈ ക്വാഡ്രിലാറ്ററൽ എന്നുള്ള ചാപ്റ്ററിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സസൈസിലെ ക്വസ്റ്റ്യൻ അല്ല, അത് എക്സാമ്പിൾസിലുള്ള ക്വസ്റ്റ്യനാണ്. അതായത് ഷോ ദാറ്റ് ഡയഗണൽ ഓഫ് എ റോംബസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ അത് നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യമാണ്. റോംബസിൻ്റെ ഡയഗണൽസ്, റോംബസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ സൈഡ്സും അതിൻ്റെ ഈക്വൽ ആയിരിക്കും. അതിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇതൊരു എ സി എന്ന് പറയുന്നത് ഒരു ഡയഗണൽ, ബി ഡി എന്ന് പറയുന്നത് വേറൊരു ഡയഗണൽ. ഈ രണ്ട് ഡയഗണലും പെർപെൻഡിക്കുലർ ആണെന്നാണ് തെളിയിക്കേണ്ടത്. അതായത് ഇതിൻ്റെ ഇടയിലുള്ള ഈ ആംഗിളില്ലേ, ഇത് 90 ഡിഗ്രി, അല്ലെങ്കിൽ എല്ലാ ആംഗിളും ഈ ഡയഗണലും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ 4 ആംഗിളുകളും 90 ഡിഗ്രി, അതായത് ഈ രണ്ട് ഡയഗണലും പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കണം. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് എങ്ങനെയാണ് തെളിയിക്കുക, ജസ്റ്റ് ഒന്ന് പറയാം നമുക്കിത് എന്താണെന്ന്. അപ്പോൾ എ ബി സി ഡി ഒരു റോംബസ് ആണ്. അപ്പോൾ നമുക്കറിയാം എ ബി സി ഡി റോംബസ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ സൈഡും ഈക്വലാണ്. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു ബി സി ഈസ് ഈക്വൽ ടു സി ഡി ഈസ് ഈക്വൽ ടു എ ഡി, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും റോംബസ് ആയതുകൊണ്ട്. പിന്നെ നമ്മൾക്ക് ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കാം. ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തിട്ട് തെളിയിക്കുക. ഈ ട്രയാങ്കിളിൻ്റെ പേര് എ ഒ ഡിയും സി ഒ ഡിയും. ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഈ രണ്ട് ആംഗിളാണ് പറയുന്നത്. ഈ രണ്ട് ട്രയാങ്കിൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് രണ്ടും എ സി ബി ഡി ഡയഗണലാണ്. ഈ ഡയഗണല് ബൈസെക്റ്റ് ചെയ്യുന്നു നമുക്കറിയാം. കാരണം നമ്മളൊരു തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്, പാരലലോഗ്രാമിൻ്റെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യണം. റോംബസ് എന്ന് പറഞ്ഞാൽ അതൊരു പാരലലോഗ്രാമാണ്. പാരലലോഗ്രാമിൽ പെടുന്നതാണ് റോംബസും റെക്റ്റാങ്കിളും സ്ക്വയറൊക്കെ. അപ്പോൾ റോംബസ് എന്ന് പറഞ്ഞാൽ ഒരു പാരലലോഗ്രാമാണ്, പാരലലോഗ്രാമിൽ പെടുന്നതാണ്. പാരലലോഗ്രാമിൻ്റെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റോംബസിൻ്റെ ഡയഗണലും ബൈസെക്റ്റ് ചെയ്യും. ബൈസെക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ, ഈ ഡയഗണലിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഒ സി ഒ എയും ഈക്വൽ ആയിരിക്കും, ഒ ബി ഒ ഡിയും ഈക്വൽ ആയിരിക്കും. രണ്ട് ഡയഗണലും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് രണ്ടിനെയും 2 തുല്യ പാർട്സ് ആയിട്ട് മുറിക്കുന്ന പോലെ ആയിരിക്കും. അതായത് ബൈസെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഈ രണ്ട് ട്രയാങ്കിളാണ് നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ എ ഒ ഡിയും ട്രയാങ്കിൾ സി ഒ ഡിയും, ഈ രണ്ട് ട്രയാങ്കിളാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം നമ്മൾ റോംബസ് ആയതുകൊണ്ട് ഇത് എഴുതി വെച്ചു, എല്ലാ സൈഡും ഈക്വൽ ആണെന്ന് എഴുതി വെച്ചു. ഇനി നമ്മൾക്കറിയാം ഒ എ ഈക്വൽ ടു ഒ സി, അതിൻ്റെ കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ രണ്ട് ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യണോണ്ട് ഒ സിയും ഒ എയും ഈക്വലാണ്. കാരണം ഇതൊരു പാരലലോഗ്രാമാണ്, റോംബസ് എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് ഒ എ ഈക്വൽ ടു ഒ സി. അതിൻ്റെ കാരണം എന്താ നമ്മൾ പറയുക, ഡയഗണൽസ് ഓഫ് പാരലലോഗം ബൈസെക്റ്റ് ഈച്ച് അതർ ആയതുകൊണ്ടാണ് ഒ എ ഈക്വൽ ടു ഒ സി ആയത്. ഇനി നമുക്കത് തെളിയിക്കാം. ഒ ഡി ഈക്വൽ ടു ഒ ഡി, അതായത് ഈ ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡാണ് ഒ ഡി. അപ്പോൾ അത് കോമൺ ആണ്. ഒ ഡി ഈക്വൽ ടു ഒ ഡി എന്ന് പറയുന്നത് കോമൺ ആണ്. രണ്ട് ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡ് ആയതുകൊണ്ട് ഒഡിയോട് തന്നെ ഈക്വൽ എന്ന് നമ്മൾ എഴുതുന്നു. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി, ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഈ സൈഡും മറ്റേ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും ഈക്വലാന്ന് പഠിച്ചു. പിന്നെ ഇത് രണ്ട് കോമൺ ആയതുകൊണ്ട് ഈ സൈഡും ഈക്വലാന്ന് പഠിച്ചു, എഴുതി. ഇനി എന്തെഴുതാം, നമുക്ക് ഇതെഴുതാം, എ ഡി ഈക്വൽ ടു ഡി സി. അതിൻ്റെ കാരണം എന്താ, ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് എ ഡി ഈക്വൽ ടു എ ബി ബി സി സി ഡി എ സി അല്ല എ ഡി ഈക്വൽ ടു സി ഡി. കാരണം ഇതൊരു റോംബസ് ആണ്, റോംബസിൻ്റെ എല്ലാ സൈഡും ഈക്വലാണ്. അപ്പോൾ ഡി സി എന്ന് പറഞ്ഞാലും എ ഡി എന്ന് പറഞ്ഞാലും ഈക്വലാണ്, ഈ സൈഡും ഈക്വലാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെയും 3 കറസ്പോണ്ടിങ് സൈഡ്സും ഈക്വലാണെന്ന് നമ്മൾ തെളിയിച്ചു. അതായത് ഒ സി ഈക്വൽ ടു ഒ എ, അതിൻ്റെ കാരണം ബൈസെക്റ്റ് ചെയ്യണോണ്ട്. പിന്നെ രണ്ടാമത്തെ സൈഡ് ഒ ഡി ഈക്വൽ ടു ഒ ഡി, സെയിം സൈഡ് ആയതുകൊണ്ട്. പിന്നെ എ ഡി ഈക്വൽ ടു ഡി സി, അതിൻ്റെ കാരണം റോംബസിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് സൈഡും ഈക്വൽ. ഇപ്പം നമുക്ക് മനസ്സിലായി ഈ ട്രയാങ്കിളിൻ്റെയും കറസ്പോണ്ടിങ് പാർട്സ് ഈക്വലാണ്. അപ്പം നമുക്ക് എന്തെഴുതാം, ട്രയാങ്കിൾ എ ഒ ഡി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ സി ഒ ഡി, അങ്ങനെ എഴുതാം. നമ്മളിതിനെ പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ എ ഒ ഡിയും ട്രയാങ്കിൾ 3 ഒ ഡിയും കോൺഗ്രുവൻ്റ് ആണ്, അതായത് SSS റൂൾ പ്രകാരം.
സൈഡ് സൈഡ് സൈഡ്, 3 സൈഡ് മറ്റേതിൻ്റെ 3 സൈഡിനോട് ഈക്വലാന്നല്ലേ നമ്മൾ തെളിയിച്ചത്. ഈ 3 സൈഡുകളാണ് തെളിയിച്ചത്. അപ്പോൾ അതേതാണ്? SSS കോൺഗ്രുവൻറ്റ് ക്രൈറ്റീരിയ പ്രകാരം ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ എന്താ പ്രത്യേകത? അതിൻ്റെ കറസ്പോണ്ടിങ് എല്ലാ പാർട്സും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ 3 സൈഡും ഈക്വലാന്നല്ലേ പഠിച്ചോളൂ. അതുപോലെ 3 ആംഗിളും ഈക്വൽ ആയിരിക്കും. 3 സൈഡും 3 ആംഗിളും ഈക്വലായ 2 ട്രയാങ്കിളിനെയാണ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പോൾ 3 സൈഡ് ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്ന് പറഞ്ഞു SSS റൂൾ പ്രകാരം. അപ്പോൾ ഇത് 2 കോൺഗ്രുവൻ്റ് ആയ സ്ഥിതിക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കിത് എടുക്കാം. AOD ആംഗിൾ AOD ഈക്വൽ ടു ആംഗിൾ COD. AOD എന്ന് പറയുന്നത് ഈ ആംഗിൾ, COD എന്ന് പറയുന്നത് ഈ ആംഗിൾ. ഈ 2 ആംഗിളും ഈക്വൽ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇത് 2 കറസ്പോണ്ടിങ് ട്രയാങ്കിളാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ 2 ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ എഴുതി വെച്ചു. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇനി വേറൊരു കാര്യം നമുക്കറിയാം. AODയും CODയും ലീനിയർ പെയറാണ്. ആംഗിൾ AOD പ്ലസ് ആംഗിൾ COD ഈക്വൽ ടു 180. അങ്ങനെ നമുക്കറിയാം AODയും CODയും കൂടിയിട്ട് 180 ആണ്. അതിന് ലീനിയർ പെയറാണ്. ലീനിയർ പെയർ ആയതുകൊണ്ട് അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 180 ആണെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ AOD ഈ ആംഗിളും ഈക്വലാണെന്നും പറഞ്ഞു. ഇത് രണ്ടിൻ്റെയും കൂടി സമ്മ് 180 ആണെന്നും പറഞ്ഞു. 2 നിയമങ്ങൾ. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഈ 2 ഇക്വേഷനിൽ നിന്നും AODയും COD ഈക്വലാണ്. അപ്പോൾ ഈ CODക്ക് പകരം നമുക്ക് AOD തന്നെ കൊടുക്കാം. ആംഗിൾ AOD പ്ലസ് CODക്ക് പകരം ആംഗിൾ AOD ഈക്വൽ ടു 180 എന്ന് എഴുതാം. അപ്പോൾ ആംഗിൾ AOD പ്ലസ് COD ഈക്വൽ ടു 180ക്ക് COD എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? AOD തന്നെയാണ്. അപ്പോൾ AOD പ്ലസ് AOD 180. അപ്പോൾ 2 ആംഗിൾ AOD, 2 അല്ലേ ഉള്ളത്. AOD ഈസ് ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ AOD എത്ര വരിക? 180/2. ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ AOD എന്ന് പറയുന്നത് എത്ര ഡിഗ്രി എന്ന് കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. ഈ ആംഗിൾ AOD 90 ഡിഗ്രി ആണെന്ന് നമ്മളിപ്പോൾ തെളിയിച്ചു. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഡയഗണലും പെർപെൻഡിക്കുലർ ആണെന്നാണ് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഡയഗണലിനെ 90 ഡിഗ്രിയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഡയഗണലും പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിച്ചു. ഇനി അത് എഴുതാം. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഇതെങ്ങനെ എഴുതേണ്ടത് വെച്ചാൽ സ്റ്റെപ്പായിട്ട് എഴുതുമ്പോൾ കൺസിഡർ ഏതാണ് ട്രയാങ്കിൾ റോംബസ്? കൺസിഡർ ABCD ഈസ് എ റോംബസ്. ABCD ഒരു റോംബസ് ആണ്. അത് ആദ്യം പറയണം. നമ്മൾ ABCD ആണ് റോംബസിൻ്റെ പേര് എന്ന് പറയണം. വിനോദൻ നമുക്കറിയാം. അതൊക്കെ നമ്മൾ എഴുതി വയ്ക്കണം. അത് റോംബസ് ആയതുകൊണ്ടാണ് AB ഈക്വൽ ടു BC ഈക്വൽ ടു CD ഈക്വൽ ടു DA. ഇത് റോംബസ് ആയതുകൊണ്ട് ഇതിൻ്റെ സൈഡുകളെല്ലാം ഈക്വലാണ്. ഇനി അടുത്തത് നമുക്ക് എന്താ എഴുതാം? OA ഈക്വൽ ടു OC. അത് നമ്മൾ എഴുതണേന് കാരണം നമ്മൾ ബ്രാക്കറ്റിൽ എഴുതണം. ഓരോ കാര്യങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ അതിൻ്റെ റീസൺ എഴുതണം. ഇത് നമ്മൾ പറഞ്ഞു ഇതൊരു റോംബസ് ആണ്, അതുകൊണ്ട് എല്ലാ സൈഡും ഈക്വലാണ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ OA ഈക്വൽ ടു OC എന്ന് എഴുതി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതണം. ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രാം bisect each other. OA ഈക്വൽ ടു OC എന്ന് നമ്മൾ പറയാൻ കാരണം ഇത് രണ്ടും ഡയഗണൽസ് ഓഫ് എ റോംബസ് എന്ന് പറഞ്ഞാൽ പാരലലോഗ്രാം ആണ്. ബൈസെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് OC OAയും ഈക്വലായി മാറിയത്. അതായത് DB എന്ന് പറഞ്ഞ ഡയഗണൽ ACനെ ഈ Oയിൽ 2 ഈക്വൽ പാർട്സ് ആയിട്ട് മുറിക്കണം. ഇനി നമ്മൾ OD ഈക്വൽ ടു OD എന്ന് പറഞ്ഞാൽ ഇതാണ്. OD ഈക്വൽ ടു OD അത് 2 ട്രയാങ്കിളിനും കോമൺ ആണ്. അപ്പോൾ അതിൻ്റെ കാരണം OD ഈക്വൽ ടു OD എന്ന് എഴുതാൻ കാരണം അത് രണ്ടും കോമൺ ആണ്. 2 ട്രയാങ്കിളിനും കോമൺ ആയതുകൊണ്ട്. ഇനി നമ്മൾ എന്താ എഴുതേണ്ടത്? ഇതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് AD ആണ്, മറ്റേ ട്രയാങ്കിളിൻ്റെ DC ആണ്, അല്ലെങ്കിൽ CD ആണ്. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. AD ഈക്വൽ ടു CD. AD ഈക്വൽ ടു CD. അതിൻ്റെ കാരണം എന്താ? സൈഡ്സ് ഓഫ്
റോംബസ്. റോംബസിൻ്റെ സൈഡ്സ് ആയതുകൊണ്ടാണ് എ ഡി ഡി സി ഈക്വൽ ആവാൻ കാരണം. ഇനി നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ നമുക്ക് എന്തൊക്കെ തെളിഞ്ഞു? ഇപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും 3 സൈഡും മറ്റേ ട്രയാങ്കിളിൻ്റെ 3 സൈഡുമായിട്ട് ഈക്വൽ ആണെന്ന് തെളിഞ്ഞു. അപ്പോൾ നമുക്ക് എഴുതാം ട്രയാങ്കിൾ. ദെർഫോർ ട്രയാങ്കിൾ, എന്താ ട്രയാങ്കിളിൻ്റെ പേര്? ട്രയാങ്കിൾ എ ഒ ഡി കോൺഗ്രുവൻസ് ടു ട്രയാങ്കിൾ സി ഒ ഡി. എ ഒ ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളും സി ഒ ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ്, ഈ 3 സൈഡും ഈക്വൽ ആയതുകൊണ്ടാണ് ഇത് കോൺഗ്രുവൻ്റ് ആയത്. അപ്പം അതിൻ്റെ കാരണം എസ് കോൺഗ്രുവൻസ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ റൂൾ എഴുതിയത് SSS കോൺഗ്രുവൻസ് റൂൾ. ഇത് 3 സൈഡ് ഈക്വൽ ആയതുകൊണ്ടാണ് ഈ 2 ട്രയാങ്കിളും എന്തായി മാറിയത്? നമുക്ക് കോൺഗ്രുവൻസ് ആയത്. ഇനി ട്രയാങ്കിൾ എ ഒ ഡി കോൺഗ്രുവൻസ് ടു ട്രയാങ്കിൾ സി ഒ ഡി. ട്രയാങ്കിൾ എ ഒ ഡി ട്രയാങ്കിൾ സി ഒ ഡിയും കോൺഗ്രുവൻ്റ് ആണെന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. അതങ്ങനെയാണെങ്കിൽ ഇംപ്ലൈസ് ആംഗിൾ എ ഒ ഡി ഈക്വൽ ടു ആംഗിൾ സി ഒ ഡി. അതെന്താ എഴുതാം? ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ ആംഗിൾ എ ഒ ഡിയും ആംഗിൾ സി ഒ ഡിയും ഈക്വൽ ആണ്. ഈ 2 ആംഗിളും ഈക്വൽ ആണ്. അതിൻ്റെ കാരണം എന്താ? കറസ്പോണ്ടിങ്, അതിനെ CPCT. എന്താ CPCT എന്ന് പറഞ്ഞാൽ? കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ. അതായത് ഈ 2 ആംഗിളും 2 കോൺഗ്രുവൻ്റ് ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ആണ്. 2 കോൺഗ്രുവൻ്റ് ട്രയാങ്കിളിൻ്റെ എല്ലാ കറസ്പോണ്ടിങ് പാർട്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ 2 ആംഗിളും ഈക്വൽ ആയിരിക്കും. അതിൻ്റെ റീസൺ CPCTയുടെ ഫുൾ ഫോം കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ. അപ്പോൾ അത് രണ്ടും ഇത് കോൺഗ്രുവൻ്റ് ആയതുകൊണ്ടാണ് ഈ ആംഗിൾ ഈക്വൽ ആയത്. പിന്നെ നമുക്ക് വേറൊരു കാര്യം അറിയാം. ബട്ട് ആംഗിൾ എ ഒ ഡി പ്ലസ് ആംഗിൾ സി ഒ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ഈ 2 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അത് ഇതായിട്ട് ബന്ധമുള്ള കാര്യമല്ല. അത് ലീനിയർ പെയർ ആയതുകൊണ്ടാണ്. നമ്മൾ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്, അത് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി 180 ആണ്. അത് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമല്ല, ലീനിയർ പെയർ ആയതുകൊണ്ടാണ് ഈ 2 ആംഗിളിൻ്റെയും കൂടി സമ്മ് 180 ആയത്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഈ സി ഒ ഡിക്ക് പകരം എ ഒ ഡി എന്നിട്ട്. ദെർഫോർ ആംഗിൾ എ ഒ ഡി പ്ലസ് ആംഗിൾ എ ഒ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ഈ സി ഒ എന്താ അതിന് കാരണം? നമ്മൾ ആംഗിൾ എ ഒ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഒ ഡി. ആംഗിൾ എ ഒ ഡി എന്ന് പറയുന്നത് സി ഒ ഡിക്ക് ഈക്വൽ ആയതുകൊണ്ടാണ് സി ഒ ഡിക്ക് പകരം എ ഒ ഡി എന്ന് തന്നെ കൊടുത്തത്. അതാണ് റീസൺ ബ്രാക്കറ്റിൽ എഴുതിയത്. അപ്പോൾ രണ്ടും എ ഒ ഡി ആയി. അപ്പോൾ 2 ആംഗിൾ എ ഒ ഡി, 2 എ ഒ ഡി, 2 ആംഗിൾ എ ഒ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ ഒ ഡി ഈക്വൽ ടു 180/2. ഈ 2 ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ആംഗിൾ എ ഒ ഡി എത്ര കിട്ടി? എ ഒ ഡി ഈക്വൽ ടു 90 ഡിഗ്രി. 180 ഡിഗ്രീനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 90 ഡിഗ്രി ഇത് കിട്ടി. അപ്പോൾ ആംഗിൾ എ ഒ ഡി 90. ആംഗിൾ എ ഒ ഡി എന്ന് പറഞ്ഞാൽ എ ഒ ഡി, ഇത് 90 ഡിഗ്രി ഇത് കിട്ടി. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ഡയഗണലും പെർപെൻഡിക്കുലറാണ് എന്നാണ് മീനിങ്. രണ്ടും കൂടി പെർപെൻഡിക്കുലർ ആകുമ്പോഴല്ലേ ആംഗിൾ 90 ഡിഗ്രി ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. സോ ദ diagonals of a rhombus are perpendicular to each other. ഇതുപോലെ നമുക്ക് എല്ലാ ആംഗിളും 90 എന്ന് തെളിയിക്കാം. അപ്പോൾ ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കണം എങ്ങനെയാണ് തെളിയിച്ചതെന്ന്. അടുത്തത് എക്സസൈസ് 8.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യും. ദ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ഇൻ ദ റേഷ്യോ 3:5:9:30. ഫൈൻഡ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. ഈ
ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ, നമ്മൾ ട്രയാങ്കിളിൻ്റെ പഠിച്ചിട്ടില്ലേ, 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ 180 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ക്വാഡ്രിലാറ്ററലിൻ്റെ 4 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ 360 ആണെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പം 4 ആംഗിളും കൂടി ആഡ് ചെയ്താൽ എത്ര ഉണ്ടാവുക? 360 ഡിഗ്രി ഉണ്ടാവുക. അതിൻ്റെ ആംഗിളുകൾ 3, 5, 9, 13 എന്നല്ല, ആ ആംഗിളുകൾ തമ്മിലുള്ള റേഷ്യോ 3, 5, 9, 13 ആ റേഷ്യോയിലാണ് 4 ആംഗിൾസും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കുക? ഒരെണ്ണം 3x, അടുത്ത ആംഗിൾ 5x, അടുത്ത ആംഗിൾ 9x, അടുത്ത ആംഗിൾ 13x, എന്ന് ചേർത്ത് എഴുതും. അപ്പോൾ ഈ 3xും 5xും 9xും 13xും കൂടി ആഡ് ചെയ്താൽ 360 കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ 3xും 5xും 9xും 13xും എത്രയെന്ന് കണ്ടുപിടിക്കും. അത്രയേ ഉള്ളൂ, സിമ്പിളാണ് അത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതത്? ലെറ്റ് ദ ആംഗിൾ ബി. ആംഗിൾസ് എങ്ങനെ എടുക്കുക? ലെറ്റ് ദ ആംഗിൾ ബി 3x, 5x, 9x, 13x. ഇങ്ങനെയാണ് ആംഗിൾസ് എടുക്കുക. സം ഓഫ് ദ ആംഗിൾസ് എത്രയായിരിക്കും? സം ഓഫ് ദ ആംഗിൾസ് സം ഓഫ് ദ ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററലാണ് കേട്ടോ. അതുകൊണ്ടാണ് 360 എന്ന് എടുക്കുന്നത്. 360 4 സൈഡിലുള്ള എല്ലാത്തിൻ്റെയും 360 ആയിരിക്കും. സം ഓഫ് ദ ആംഗിൾസ് 360. അപ്പോൾ നമ്മളെങ്ങനെ എഴുതാം? സം ഓഫ് ദ ആംഗിൾ 360 ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? 3x പ്ലസ് 5x പ്ലസ് 9x പ്ലസ് 13x. അത് 4 ആംഗിളും കൂടി കൂട്ടുമ്പോഴാണ് 360 കിട്ടുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 13 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 22, 5, 27, 30x എന്ന് കിട്ടും. 30x is equal to 360 എന്ന് കിട്ടും. 30x ആണ് 360. അപ്പോൾ x is equal to എത്ര കിട്ടുക? 360 ഡിവൈഡഡ് ബൈ 30. അപ്പോൾ ഈ 0 കട്ട് ചെയ്തു. 36ഉം 3യും കൂടി കട്ട് ചെയ്യുമ്പോൾ 3ൽ 1 ടൈം, 6ൽ 2 ടൈം. അപ്പോൾ 12 ആൻസർ കിട്ടുക. എക്സിൻ്റെ വാല്യൂ 12 കിട്ടുക. 12 ഡിഗ്രി. ഇതൊക്കെ ഡിഗ്രിയിലല്ലേ, ആംഗിൾസ് ആയതുകൊണ്ട് 12 ഡിഗ്രിയാണ് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക. എക്സ് 12 ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ ആംഗിൾ നമ്മുടെ 3x ആണ്. 3x is equal to 3 into 12. 3 into 12 എത്ര കിട്ടുക? 3 into 12 36 ഡിഗ്രിയാണ് ആദ്യത്തെ ആംഗിൾ കിട്ടുക. രണ്ടാമത്തെ ആംഗിൾ എത്രയാണ്? 5x എന്ന് പറഞ്ഞാൽ 5 into 12. എക്സിൻ്റെ വാല്യൂ എല്ലായിടത്തും 12 എന്ന് കൊടുക്കുക. എക്സിന് നമ്മൾ കിട്ടിയ വാല്യൂ 12 ആണ്. അപ്പോൾ 5 into 12 എത്ര കിട്ടുക? 5 into 12 60 ആണ്. 60 ഡിഗ്രി എന്ന് കിട്ടും. അടുത്ത ആംഗിൾ ഏതാ? 9x ആണ്. അപ്പോൾ 9 into 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 into 12 എന്ന് പറഞ്ഞാൽ 108 ആണ്. 9 into 2 18, റിമൈൻഡർ 1, 8, 108 ആണ് 9x കിട്ടുക. ഇനി അടുത്ത ആംഗിൾ ഏതാ? 13x എന്ന് പറഞ്ഞാൽ 13 into 12. എല്ലായിടത്തും എക്സിന് 12 എന്ന് വാല്യൂ കൊടുക്കുക. 13 into 12 എത്ര കിട്ടുക? 13 into 12. അപ്പോൾ 6, 2, 3, 1, 6, 5, 1, 156 ഡിഗ്രി. അപ്പോൾ എല്ലാ ആംഗിളും കിട്ടി. അപ്പോൾ 4 ആംഗിളുകളും നമുക്ക് കിട്ടി. അപ്പോൾ ആംഗിൾസ് ഏതൊക്കെയാണ്? 36, 60, 108, 156. ഇതാണ് ആ ക്വാഡ്രിലാറ്ററലിൻ്റെ 4 ആംഗിളുകൾ കിട്ടുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ, ദെൻ ഷോ ദാറ്റ് ഇറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ. അതാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ദെൻ ഷോ ദാറ്റ് ഇറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ. ഇതാണ് നമുക്ക് അടുത്തത് തെളിയിക്കാനുള്ളത്. ദെൻ ഷോ ദാറ്റ്. അപ്പം നമ്മൾ തെളിയിക്കേണ്ടത് ഇതൊരു പാരലലോഗ്രാമാണ്. അപ്പോൾ ഡയഗണൽസ് ഈക്വലാണ്. അതായത് പാരലലോഗ്രാമിൻ്റെ ഡയഗണൽസ് ഈക്വലാണ്. മാത്രമല്ല ഇതിലെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ദ ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ. ഈ 2 ഡയഗണലും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. എന്താ തെളിയിക്കേണ്ടത്? ഈ പാരലലോഗ്രാം ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് തെളിയിക്കണം. എന്താ ഒരു പാരലലോഗ്രാം റെക്റ്റാങ്കിൾ ആവാനുള്ള നിയമം? നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ പോലെയാണ് ഇതും ചെയ്യണത്. സെയിം ആണ് ഏകദേശം. അപ്പോൾ പാരലലോഗ്രാം ഒരു റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ട്, റെക്റ്റാങ്കിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഒരു പാരലലോഗ്രാം റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആവണം. അതായത് എ എന്ന് പറഞ്ഞ ആംഗിളോ ബി എന്ന് പറഞ്ഞ ആംഗിളോ സിയോ ഡിയോ ഒരെണ്ണം എല്ലാ ആംഗിളും 90 ഡിഗ്രി തന്നെയാണെന്ന് നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ. പക്ഷേ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രിയാണെന്ന് നമ്മൾ തെളിയിച്ചാൽ മതി. അപ്പോൾ ഈ പാരലലോഗ്രാം എന്തായി? റെക്റ്റാങ്കിളായി.
അപ്പോൾ നമ്മൾ തെളിയിക്കാൻ പോകുന്നത് അതാണ്, ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇതൊരു പാരലലോഗ്രാം എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അതൊരു റെക്റ്റാങ്കിൾ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രിയാണെന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ നമ്മളിത് എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ ഇത് ABC അപ്പോൾ ആംഗിൾ ഏതാ? ഇതാണ് ABC. ഈ ആംഗിൾ, ഈ ട്രയാങ്കിൾ എടുത്തു, ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. വേറെ ഒരെണ്ണം എടുക്കുന്നത് DCB എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ DCB, ഈ രണ്ട് ട്രയാങ്കിളാണ് നമ്മൾ എടുക്കുന്നത്. കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കണമെങ്കിൽ അതിന് SSSO ASAയോ ഏതെങ്കിലും ഒരു കോൺഗ്രുവൻ്റ് ക്രൈറ്റീരിയ ശരിയാണെന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഈ ട്രയാങ്കിളിൻ്റെ അതായത് ABC, ഈ ഇത്രയുള്ള ട്രയാങ്കിൾ, ഇതുവരെയുള്ള ട്രയാങ്കിൾ, അതിലത്തെ ഒരു സൈഡാണ് ഈ ഡയഗണൽ AC. അതുപോലെ DCB എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് ഈ ട്രയാങ്കിൾ ഈ ഡയഗണൽ BD. അപ്പം നമുക്കറിയാം AC = BD. അതായത് ഇതിൽ തന്നിട്ടുണ്ട്, ഡയഗണൽസ് ഈക്വലാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് AC = BD. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഒരു സൈഡ് ഈക്വലാന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി വേറൊരു കാര്യം പറയാൻ പറ്റും, AB = DC. ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് DC, ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് AB. അപ്പോൾ ABയും CDയും ഈക്വലാന്ന് പറയാൻ പറ്റും. കാരണം ഇതൊരു പാരലലോഗ്രാമാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? AB = CD എന്ന് എഴുതാം. ഇത് രണ്ടും ഈക്വലാന്ന് എഴുതാം. അപ്പോൾ രണ്ട് സൈഡ് ഈക്വലാന്ന് കിട്ടി. ഇനി ട്രയാങ്കിളിൻ്റെ നോക്കിയേ, ഈ ട്രയാങ്കിളിൻ്റെ സൈഡാണ് BC. ഈ ട്രയാങ്കിളിൻ്റെ സൈഡാണ് BC. അപ്പോൾ BC = BC, അതായത് അത് കോമൺ സൈഡാണ്. BC സെയിം അല്ലേ എഴുതണം നമ്മൾ, BC = BC. അങ്ങനെ എഴുതുമ്പോൾ എപ്പോഴും അത് കോമൺ സൈഡാണ്. അപ്പം നോക്കിയേ, ഏതൊക്കെ നമ്മൾ ട്രയാങ്കിൾ എടുത്ത ട്രയാങ്കിൾ ABCയും പിന്നെ ട്രയാങ്കിൾ DCBയും. ഈ ആംഗിൾ, ഈ ABC, ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ 3 കറസ്പോണ്ടിങ് സൈഡ്സും മറ്റേ ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സായിട്ട് ഈക്വലാന്ന് തെളിഞ്ഞു. അപ്പോൾ നമുക്ക് SSS വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. കോൺഗ്രുവൻ്റ് ആണെങ്കിൽ പ്രത്യേകത എന്താ? കറസ്പോണ്ടിങ് എല്ലാ പാർട്സും ഈക്വൽ, സൈഡ്സ് ഈക്വലാന്ന് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ ആംഗിളും ഈക്വലാന്ന് നമ്മൾ തെളിഞ്ഞു. ഓക്കെ, നമുക്ക് ഇത്രയും എഴുതിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് പറയാം. അപ്പം നമുക്ക് എന്താ എഴുതേണ്ട? ഫിഗർ വരച്ചിട്ടുണ്ട്. എ പാരലലോഗ്രാം ABCD such that ഈ പാരലലോഗ്രാമിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? AC = BD. AC = BD തന്നിട്ടുണ്ട്. അതായത് ഡയഗണൽസ് പാരലൽ ആണെന്നുണ്ട്. അത് ഗിവൺ ആയ കാര്യങ്ങളാണ്. ഇനി നമുക്ക് എന്ത് എഴുതാം? ഇൻ ട്രയാങ്കിൾ, നമ്മൾ ഏത് രണ്ട് ട്രയാങ്കിൾ എടുക്കണേന്ന് വെച്ചാൽ അതിൻ്റെ പേര് എഴുതണം. ട്രയാങ്കിൾ ABC, ഇത് ഈ പാരലലോഗ്രാമാണ്, അതിൻ്റെ ഡയഗണൽ ഈക്വൽ ആണ് എന്നൊക്കെ പറഞ്ഞത് മാത്രം. ഇനി നമ്മൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഏത് രണ്ട് ട്രയാങ്കിളാണ് എടുക്കണേന്ന് നോക്കണം. ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ DCB. ഈ ട്രയാങ്കിൾ ABCയിലും DCBയിലും AC = BD എന്ന് എഴുതാം. ആ രണ്ട് ട്രയാങ്കിളിലും AC = BD. അതെന്താണ് കാരണം? ഗിവൺ ആണ്. അത് നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്, ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. പിന്നെ നമുക്ക് എന്ത് എഴുതാം? AB = DC. ABയും DC ഈക്വലാണ്. അതിൻ്റെ കാരണം എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് sides of a parallelogram. Opposite sides of a parallelogram ആയതുകൊണ്ടാണ് AB = DC എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി BC = BC എന്ന് നമുക്ക് പറയാം. BC = BC. അതിൻ്റെ കാരണം എന്താ? കോമൺ സൈഡ് ആയതുകൊണ്ടാണ് BC = BC എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് 3 സൈഡും മറ്റേ ട്രയാങ്കിളിൻ്റെ ഈക്വലായി. അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ, നമ്മളെടുത്ത ട്രയാങ്കിൾ ഏതാ? ട്രയാങ്കിൾ ABC കോൺഗ്രുവൻസ് ടു ട്രയാങ്കിൾ DCB. അങ്ങനെ എഴുതാം. അതിൻ്റെ കാരണം എന്താ? SSS കോൺഗ്രുവൻറ്റ് റൂൾ.
SSS കോൺഗ്രുവൻസ് റൂൾ പ്രകാരം ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് നമ്മൾ തെളിയിച്ചു. ഇനി അടുത്തത് നമുക്ക് തെളിയിക്കേണ്ടത്, അതായത് ABC DCB ഈ രണ്ട് ആംഗിളുകളും ഈക്വൽ ആണ്. ആംഗിൾ ABC ഈക്വൽ ടു ആംഗിൾ DCB. കാരണം എന്താ, DCB എന്ന് പറഞ്ഞ ട്രയാങ്കിളും ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ABC എന്ന് പറഞ്ഞ ആംഗിളും DCB എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ അടയാളപ്പെടുത്തിയ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് തെളിഞ്ഞു. അത് രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് AB പാരലൽ ടു CD. എന്താ കാരണം? ABയും CDയും പാരലലാണ്. കാരണം ഇത് പാരലലോഗ്രാമാണ്. പിന്നെ BC എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്വേഴ്സലാണ്. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, രണ്ട് ലൈൻസ് പാരലൽ, അതിനൊരു ട്രാൻസ്വേഴ്സൽ ഇങ്ങനെ കട്ട് ചെയ്യുക. അതിപ്പോൾ എങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്യാം. ഒരു ട്രാൻസ്വേഴ്സൽ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഈ രണ്ട് ആംഗിളിനെയും നമ്മൾ കോ ഇൻറ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ആംഗിൾ ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. ഈ ട്രാൻസ്വേഴ്സലിൻ്റെ, ഇതാണ് ട്രാൻസ്വേഴ്സൽ, നമ്മൾ 7th അങ്ങോട്ട് പഠിക്കുന്നത്. അത് ഈ ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിലുള്ള രണ്ട് ആംഗിളാണ് ഇത്. ഈ രണ്ട് ആംഗിളും സപ്ലിമെൻ്ററി ആയിരിക്കും. എന്താ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മ് 180 ആയിരിക്കും. അപ്പോൾ രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്താൽ ആ ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിലുള്ള രണ്ട് ആംഗിളിൻ്റെയും കൂടി സമ്മ് 180 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ സിയും, അപ്പോൾ ഈ ABയും DCയും പാരലൽ ലൈൻസാണ്, BC ട്രാൻസ്വേഴ്സലാണ്. അപ്പോൾ ഈ ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിലുള്ള ആംഗിളാണ് Bയും Cയും. അപ്പോൾ Bയും എന്ന ആംഗിളും C എന്ന് പറഞ്ഞ ആംഗിളും കൂടി കൂട്ടിയാൽ, B എന്ന് പറഞ്ഞ ആംഗിൾ C എന്ന് പറഞ്ഞ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. ആംഗിൾ ABC പ്ലസ് ആംഗിൾ DCB, അതാണ് Bയും C എന്ന് പറഞ്ഞ ആംഗിൾ. അത് എത്രയായിരിക്കും? 180 ആയിരിക്കും ഇത് പ്രകാരം. അപ്പോൾ നമുക്കറിയാം ABCയും DCBയും ഈക്വൽ ആണ്. അപ്പോൾ DCBക്ക് പകരം നമ്മൾ ABC തന്നെ കൊടുക്കും. അപ്പോൾ ABC പ്ലസ് ആംഗിൾ ABC ഈക്വൽ ടു 180. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആംഗിൾ 2ABC ഈക്വൽ ടു 180. അപ്പോൾ ABC ഈക്വൽ ടു 180/2. അപ്പോൾ ആംഗിൾ ABC എത്ര കിട്ടുക? 90 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഒരു ആംഗിൾ ABC എന്ന് പറഞ്ഞാൽ ABC, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. ഈ ആംഗിൾ 90 ഡിഗ്രി, ഇതൊരു പാരലലോഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അതൊരു എന്തായിരിക്കുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊരു റെക്റ്റാങ്കിൾ ആയിരിക്കുന്നു പഠിച്ചിട്ടുണ്ട്. അപ്പോൾ B എന്ന് പറഞ്ഞ ആംഗിൾ 90 എന്ന് നമുക്ക് കിട്ടിയില്ലേ, അപ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ ആണെന്ന് നമ്മൾ തെളിയിച്ചു. ഇനി നമുക്ക് ചെയ്യാം. നമ്മൾ എന്ത് എഴുതാം? ABC കോൺഗ്രുവൻ്റ് ടു DCB, അങ്ങനെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് എഴുതാം ട്രയാങ്കിൾ ABC കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ DCB ഇംപ്ലൈസ്, അത് ഇംപ്ലൈ ചെയ്യുമ്പോൾ ആംഗിൾ ABC ഈക്വൽ ടു ആംഗിൾ DCB. അതിന് ഇക്വേഷൻ, ഇതിൻ്റെ റീസൺ എഴുതാം. CPCT കറസ്പോണ്ടിങ്, ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആയതുകൊണ്ടാണ് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. CPCT, അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇനി നമുക്ക് വേറൊരു കാര്യം നമ്മൾ എവിടെ നിന്ന് എഴുതുന്നത്, AB പാരലൽ ടു CD ആൻഡ് BC ഈസ് എ ട്രാൻസ്വേഴ്സൽ. ABയും CDയും പാരലലാണ്, BC ട്രാൻസ്വേഴ്സലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ABC പ്ലസ് ആംഗിൾ DCB, അതായത് ഈ ആംഗിൾ തന്നെയാണ്, അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് നമ്മൾ എഴുതാം? 180. അതിൻ്റെ കാരണം കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ 180 ആണ് കേട്ടോ. അപ്പോൾ ഇത് എബിയും DCയും പാരലൽ ലൈൻസ്, BC ട്രാൻസ്വേഴ്സലാണ്. ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിലുള്ള ആംഗിളാണ് ABCയും DCBയും. അത് രണ്ടും കൂടി 180 ആയിരിക്കും. അതിൻ്റെ റീസൺ കോ ഇൻറ്റീരിയർ ആംഗിൾസ് സപ്ലിമെൻ്ററി. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഫ്രം 1 and 2 ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും നമുക്ക് എന്തെഴുതാം? ഈ ABC എന്ന് പറഞ്ഞാൽ DCB അല്ലേ, അപ്പോൾ ABCക്ക് പകരം ABC എന്ന് പറഞ്ഞാൽ എഴുതാം. ABC പ്ലസ് DCBക്ക് പകരം എന്തെഴുതാം? വീണ്ടും ABC എന്ന് തന്നെ എഴുതാം. ആംഗിൾ
എ ബി സി ഈക്വൽ ടു 180. അതിൻ്റെ കാരണം എന്താണ്? ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ സി ഡി ബി. നമ്മൾ സി ഡി ബിക്ക് പകരം എ സി ബി എന്ന് എഴുതാൻ കാരണം എ ബി സിയും സി ഡി ബിയും സെയിം ആണ്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. അപ്പം നമുക്ക് എങ്ങനെ എ ബി സി എന്ന് കിട്ടി. അപ്പം 2 ആംഗിൾ എ ബി സി ഈക്വൽ ടു 180. അപ്പം ആംഗിൾ എ ബി സി നമ്മൾ നേരത്തെ ചെയ്തത് ഇതേ സ്റ്റെപ്പുകൾ തന്നെയാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈക്വൽ ടു 180 ബൈ 2. ഈ 2 അങ്ങോട്ട് പോയി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ എ ബി സി 90 ഡിഗ്രി എന്ന് കിട്ടി. ഏത് ആംഗിൾ എ ബി സി? എ ബി സി. ഈ ആംഗിൾ 90 ഡിഗ്രിയാന്ന് കിട്ടി. അപ്പോൾ ഈ പാരലലോഗ്രാമിൻ്റെ ഒരാംഗിൾ 90 ഡിഗ്രിയാന്ന് കിട്ടി. അതുകൊണ്ട് ഇതൊരു റെക്റ്റാങ്കിളാന്ന് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അവസാനം? ദാറ്റ് ഈസ് എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം having one angle equal to 90 degree. ABCD ഒരു പാരലലോഗ്രാം ആണ്. അതിലത്തെ 1 ആംഗിൾ 90 ഡിഗ്രി ആണ് കിട്ടി. therefore ABCD is a rectangle. ABCD is a rectangle. ഒരു പാരലലോഗ്രാമിൻ്റെ ഒരാംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അതിന് റെക്റ്റാങ്കിൾ എന്ന് പറയാം. അപ്പോൾ ആംഗിൾ എ ബി സി 90 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ എ ബി സി ഡി ഇസ് എ പാരലലോഗ്രാം ഹാവിങ് 1 ആംഗിൾ 90 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറയുന്ന ആംഗിളാണ് 90 ഡിഗ്രി എന്ന് കിട്ടിയത്. അപ്പോൾ ഒരു പാരലലോഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ആ പാരലലോഗ്രാം എന്തായിരിക്കും? therefore ABCD is a rectangle. നമുക്കതാണ് തെളിയിക്കേണ്ടത്. ഇഫ് ദ ഡയഗണൽ ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ then show that it is a rectangle. അപ്പോൾ ABCD ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് നമ്മൾ തെളിയിച്ചു. അപ്പോൾ ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം.